ലോക്കൽ ചിക്സ് ഇറക്കിയിട്ട് നമ്മളെ കൊണ്ട് അവര് വളർത്തി അത് 2 കിലോ 2200 2300 വരണം എന്ന് പറയുന്നത്. ഈ ലോക്കൽ ചിക്സ് ഇറക്കുമ്പോൾ എങ്ങനെയാണ് ഈ 2 കിലോ 2200 അല്ലെങ്കിൽ 2300? ഈ ലോക്കൽ ചിക്സ് ഇറക്കിയിട്ട് അതിനെങ്ങനെയാണ് FCR കണക്കാക്കുക? FCR വരിക എന്ന് പറഞ്ഞാൽ 2.5 കിലോ അതിന്റെ മുകളിൽ വെയിറ്റ് വരണം. ഈ വെയിറ്റ് വരണമെങ്കിൽ ചിക്സ് തന്നാവണം, ഫീഡ് തന്നാവണം. അത് എല്ലാം ക്ലിയർ ആയെങ്കിൽ FCR വരുള്ളൂ. അപ്പൊ ഈ FCR അടിസ്ഥാനത്തിൽ ഇന്ന് കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും 6.50 വരുന്നത്. അത് 6 രൂപയായിരുന്നു. ഈ 6 രൂപ വന്നത് 15 വർഷം മുന്നാടി വന്നത്. ഈ 15 വർഷമായിട്ട് ഈ 6 രൂപ അല്ലെങ്കിൽ 6.50 വരുന്നത്. ഈ 6.50 വന്നാൽ അതില് വരുന്ന ചകിരിച്ചപ്പാണെന്ന് വെച്ചാൽ വേറെയുള്ള കറണ്ട് വേറെയുള്ള എല്ലാ ഐറ്റത്തിനും 4 ഇരട്ടി 5 ഇരട്ടി വർധനവ് വന്നു. പക്ഷെ നമുക്കെപ്പോഴും 6.50. വേറെയുള്ള ഏത് മേഖലയിലാണെങ്കിലും അതിലൊക്കെ റേറ്റ് കൂടി. ഒരു പിച്ചക്കാരനാണെന്ന് വെച്ചാലും ആദ്യം 5 പൈസ വാങ്ങിയിരുന്നത് ഇപ്പോൾ 1 രൂപ കമ്മിയായിട്ട് വാങ്ങാൻ പാടില്ല, അതിലേക്ക് കൊടുക്കണില്ല. പക്ഷെ നമുക്കെപ്പോഴും 6. അതിലപ്പുറത്തേക്ക് യാതൊരു കൂടുതലും വരണമില്ല. അത് പറഞ്ഞ് 2 വർഷം മുന്നാടി இந்த ഇടത്തിൽ തന്നെ ഒരു സമരം നടന്നത്. ആ സമരം നടന്ന ആളുകൾക്ക് വരെ ഇൻഡിക്കേഷൻ ടീം ഒത്തിട്ട് അവരെ മേലൊക്കെ തിരിഞ്ഞങ്ങാണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവര് പിന്നെ ഈ ഇതിക്ക് വന്നിട്ടില്ല. അപ്പൊ അവരെന്താണ് ചെയ്യണു? ഇൻഡിക്കേഷൻ ടീം കൂട്ടായിട്ട് നിന്നുകൊണ്ട് ആരാണോ സമരം ചെയ്യുന്നത് അവരെ നേരൊക്കെ തിരിയും. അപ്പൊ അവരെ നേരൊക്കെ തിരിയുമ്പോ അവര് സമരത്തിന് ഇറങ്ങുള്ളൂ. അതല്ല, നമ്മൾ എത്ര അവര് കൂട്ടായിട്ട് നിന്നാലും നമ്മൾ കൂട്ടായിട്ട് നിൽക്കണം. അപ്പോഴേ ഇത് വിജയിക്കുള്ളൂ. അത് ഒപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം. അതേമാതിരി തന്നെ ചിക്സ് ആണെങ്കിലും ഫീഡ് ആണെങ്കിലും ഇൻഡിക്കേഷൻ ടീം തരുന്ന ചിക്സ് ആണെങ്കിലും ഫീഡ് ആണെങ്കിലും നല്ല ഐറ്റം. ഇപ്പോൾ SKM ആയിക്കോട്ടെ, അതല്ലെങ്കിൽ സാധ്യ ആയിക്കോട്ടെ, വേറെ ഏത് ഇറങ്ങണ ഒരു ഫീഡ് ആണെങ്കിലും ഒരു പ്രാവശ്യം നല്ല ഫീഡ് വന്നു കഴിഞ്ഞാൽ പിറ്റേത്തെ പ്രാവശ്യം പറ്റ ലോക്കലായി. ആ ലോക്കല് ഫീഡ് കൊടുത്തിട്ട് വേണം നമ്മളിത് വളർത്തിങ്ങാണ്ട് കിലോ വരാൻ. എന്നാൽ കിലോ വന്നു കഴിഞ്ഞാൽ അതിന് ചാർജ് കിട്ടുമോ? അതൊട്ടില്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സംഭവം ഇനി ഇവിടുന്ന് അങ്ങോട്ട് കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും അത് നടക്കൂല. അതെന്നെ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ 15 രൂപ എന്ന് പറയുന്നത് 15 രൂപ കിട്ടണം. ആ 15 രൂപ കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടാണ് വെച്ചാലും ഈ ചിക്സ് ആണെങ്കിലും കോഴിയാണെങ്കിലും വരുന്നത് കേരളത്തേക്കാണ്. കേരളത്തേക്ക് അങ്ങോട്ട് കിടക്കണമെങ്കിൽ അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതിന് യാതൊരു സംശയമല്ല. ഒരു 15 രൂപ അത് വളർത്തുകൂലി കിട്ടിയേ തീരൂ. അതാണ് കേരളത്തിലെ ഞങ്ങൾക്കും പറയാനുള്ളത്. അതിന് ഒപ്പം ഈ തമിഴ്നാട്ടിലെ ഈ ചെന്നൈയിൽ നടക്കുന്ന ഈ പോരാട്ടത്തിൽ ഞങ്ങളെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.